ഹായ് കുട്ടീസ്, എല്ലാവർക്കും പെണ്ണില്ലം കുട്ടീസിലേക്ക് സ്വാഗതം. ഈ കുട്ടീസ് എന്താണ്? കുട്ടികളെ ഇഷ്ടപ്പെടുന്നവർക്കും കുട്ടികൾക്കും വേണ്ടി കഥ പറയുന്നു. ആര്? ജയലക്ഷ്മി കേസ്. അപ്പോൾ ഇന്നത്തെ കഥ ഒരു കുഞ്ചുവിൻ്റെ കഥയാണ്. പണ്ട് കാലത്ത് സ്കൂളുകളൊന്നുമില്ലായിരുന്നു കേട്ടോ. എവിടെ പോയാണ് പഠിക്കുന്നത്? ഗുരുവിൻ്റെ അടുക്കൽ. ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ച് ഗുരുപത്നി പറയുന്നത് കേട്ട് ഗുരു പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മൾ ഗുരുമുഖത്തുനിന്ന് പഠിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് പഠിച്ച ഒരു കുഞ്ചു ഉണ്ടായിരുന്നു. ആ കുഞ്ചുവിൻ്റെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കുഞ്ചു ഗുരുവിൻ്റെ അടുക്കൽ പഠിച്ചു. പഠനം തീർന്നു. ഏതാണ്ട് 10 പേരുണ്ടായിരുന്നു പഠിക്കാനായിട്ട് കൂടെ. എപ്പോഴും കുഞ്ചുവിനെ എല്ലാവരും ബുദ്ധിയില്ല, സൗന്ദര്യമില്ല, കഴിവില്ല എന്നൊക്കെ പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ചുവിൽ ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ ചെല്ലാൻ ഒരു അപകർഷതാബോധമൊക്കെ ഉണ്ടായിരുന്നു കുഞ്ചുവിന്. ഇത് ഗുരു അറിഞ്ഞിരുന്നില്ല കേട്ടോ. പണ്ട് കാലത്ത് ഗുരുവിനെ ആരും ഒന്നും അറിയിക്കില്ല. ഗുരുവിനെ ഭയങ്കര ഭയവും ഭക്തിയും ബഹുമാനവും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഇവരുടെ പഠനം തീർന്നു. 9 പേരും ഗുരുവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഗുരുവിന് ദക്ഷിണ കൊടുക്കുക എന്നൊരു പരിപാടിയുണ്ട്. അതായത് പഠനം തീർന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവനവൻ്റെ കഴിവിനുള്ള എന്തെങ്കിലും ഗുരുവിന് നൽകുക. അപ്പോൾ നമ്മുടെ കുഞ്ചു ഒടുവിൽ തലയൊക്കെ ചൊറിഞ്ഞ് ഗുരുവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. അപ്പോൾ ഗുരു ചോദിച്ചു, എന്താ നിനക്ക് പോകണ്ടേ? അതേ ഗുരു, എനിക്ക് സൗന്ദര്യമില്ല, സ്വത്തില്ല, ബുദ്ധിയില്ല. അപ്പോൾ മാത്രമാണ് ഗുരുവിന് എന്ത് മനസ്സിലായത്? അയ്യോ, ഈ കുഞ്ചു വളരെ തെറ്റിദ്ധാരണയിലാണ്, ഇത് മാറ്റണമല്ലോ. ഗുരു ഉടനെ പറഞ്ഞു, ശരി, നീ നിൻ്റെ 2 കണ്ണുകളും ചൂഴ്ന്ന് എനിക്ക് തരിക. നിനക്ക് ഞാൻ 1000 രൂപ, 1000 രൂപയല്ല, 1000 നാണയം, നിനക്ക് സ്വർണ്ണ നാണയം തന്നെ തരാം. ഗുരുവിന് ഇഷ്ടംപോലെ നാണയങ്ങളൊക്കെ സമ്മാനമായിട്ട് കിട്ടുന്ന കാലമല്ലേ. ദക്ഷിണ കൊടുത്ത് ശിഷ്യന്മാരൊക്കെ പോയിരിക്കുന്നു, രാജാക്കന്മാർ വരെ ആ കൂടെ ഉണ്ട്. അപ്പോൾ ഉടനെ കുഞ്ചു പറഞ്ഞു, അയ്യോ ഗുരു, എൻ്റെ കണ്ണ് തരാൻ പറ്റില്ല, കണ്ണില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ കാണും, അതുകൊണ്ട് എനിക്ക് നാണയം വേണ്ട, എൻ്റെ കണ്ണ് മതി. അപ്പം ഗുരു എന്ത് പറഞ്ഞു? ഗുരു പറഞ്ഞു, ഒരു കാര്യം നീ മനസ്സിലാക്കുക, ഈ 1000 സ്വർണ്ണ നാണയത്തേക്കാൾ വിലമതിക്കുന്നതാണ് നിൻ്റെ കണ്ണുകളെങ്കിൽ നിൻ്റെ ശരീരത്തിലുള്ള ഹൃദയം, ചെവി, അല്ലേ, അതുപോലെ കൈകൾ, കാലുകൾ, ഇതിനൊക്കെ എത്രമാത്രം വിലയുണ്ടായിരിക്കും. അപ്പം നിനക്ക് വിലയില്ലെന്ന് പറഞ്ഞാൽ വെറുതെ അല്ലേ. ഇത് കേട്ട കുഞ്ചുവിന് സന്തോഷമായി. തനിക്ക് വിലയുണ്ട്. മറ്റുള്ളവർ പറയുന്നത് പോലല്ല, കൈയും കാലും കണ്ണും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. അത് പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യകത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ട, നമ്മുടെ സ്വയബുദ്ധി കൂടെ ഉപയോഗിക്കണം. നമ്മളിൽ എന്താണുള്ളതെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരേക്കും ജയലക്ഷ്മി സൈനിങ് ഔട്ട്. നന്ദി, നമസ്കാരം.